ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുള്ള മനോരഥങ്ങളുടെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് 2 ദിവസം മുന്നേ മറ്റാണ് റിലീസ് ചെയ്തത്. 9 എപ്പിസോഡ്സ് അതിലുണ്ട്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റൈറ്റർ ആയിരിക്കുന്ന MT വാസുദേവൻ നായരുടെ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എടുത്തു വെച്ചിട്ട് 9 ഷോർട്ട് സ്റ്റോറീസ് എടുത്തു വെച്ച് ചെയ്തൊരു ആന്തോളജിയാണ് ഈ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ അത്രയും വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഞാൻ ഈ സീരീസ് കണ്ടത്. അതായത് 6 മാസത്തേക്ക് 699 രൂപയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വാങ്ങുന്നത്. എന്നിട്ടും അത് ഇതിന് കൊടുക്കാൻ തയ്യാറായത് കാരണം ഇതൊരു ഏറ്റവും വലിയൊരു ട്രീറ്റ് ആയിരിക്കും ഓരോ പ്രേക്ഷകർക്കും. ഓരോ കഥകൾ, ഇതുപോലുള്ള MTയുടെ ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഓരോ വലിയൊരു ട്രീറ്റ് ആയിരിക്കും ഇത് നമുക്കറിയാം. കാരണം ഇന്നത്തെ കാലത്തിൽ എനിക്ക് തോന്നുന്നു MT 1950s തൊട്ട് കുറേ വർഷങ്ങൾ മുമ്പ് 90s വരെയൊക്കെയുള്ള കഥകളൊക്കെയാണ് കൂടുതലും ഇതിൽ കടന്നു പോകുന്നത്, അതായത് കഴിഞ്ഞ കാലത്തിൻ്റെ. അപ്പോൾ ആ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഒട്ടനവധി ആൾക്കാർ വായിച്ചിരിക്കാൻ സാധ്യതയില്ല ഇന്നത്തെ ഒരു ജനറേഷനിൽ. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ചെറുകഥയുടെ രൂപത്തിൽ, ഒരു സിനിമയുടെ രൂപത്തിൽ, ഒരു ഷോർട്ട് മൂവിയുടെ രൂപത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ച് കിട്ടുമ്പോൾ അത് എക്കാലത്തും മധുരമുള്ള ഒരു ട്രിബ്യൂട്ടായിരിക്കും എന്ന് തോന്നിയിരുന്നു. ഇത് കാണുന്ന സമയത്തും എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ MTന് ഉള്ള ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടായിട്ട്, ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല, ഈ കഥകൾക്കുള്ള ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടായിട്ട് ഇതിനെ നമുക്ക് കരുതാൻ പറ്റും. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഭവവും കമലഹാസന് ഒരു ഇൻട്രോ പറയും, എന്നിട്ട് പിന്നെ ചിത്രയുടെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻട്രോ സോങ് ഉണ്ടായിരുന്നു ഓരോ കഥകളിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ആ ഒരു സോങ്ങോട് കൂടിയിട്ടാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ടത് ലാലേട്ടൻ്റെ പടം, അതായത് ഓളവും തീരവും എല്ലാം MT എഴുതിയതാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിനും എടുത്തു പറയുന്നില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പ്രിയദർശനാണ്. ഓളവും തീരവും ഏകദേശം 1 hour ഈ ഒരു ഷോർട്ട് മൂവി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ദൈർഘ്യം ഉണ്ടായിരുന്നത് ഈ ഒരു സംഭവമാണ്, അതായത് ഈ പർട്ടിക്കുലർ ഓളവും തീരവുമാണ്. അതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പണ്ട് മധു ചെയ്തതാണ്. അത് 1970-ലുള്ള ഓളവും തീരവും എന്ന് പറഞ്ഞ മൂവി ഇതേപോലെ വന്നിട്ടുണ്ട്. ഒരു മധുവാണ് ആ കഥാപാത്രം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ദുർഗാ കൃഷ്ണ, സുരഭി ലക്ഷ്മി, പിന്നെ ശിവജി ഗുരുവായൂർ, ഇവരൊക്കെ ആണ് ഈ ഒരു സംഭവത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോക്രോം രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ അത് കുറേ സ്ഥലത്തൊക്കെ നാടകീയമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആയിരുന്നു. ഒന്നിൻ്റെയും കഥയെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല, പക്ഷേ മേക്കിങ്ങിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഈ കഥകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ കഥകൾ ഇത്രയും ഭംഗിയുള്ള ഈ കഥകൾക്ക് ഈ മേക്കിംഗ് ഒന്നും പോരാന്നുള്ളൊരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അതായത് ഇതിലും മോളിൽ ബ്യൂട്ടിഫുള്ളായിട്ട് മനുഷ്യൻ്റെ വേദനകളും സന്തോഷങ്ങളും പ്രണയങ്ങളും ജീവിതങ്ങളും പറഞ്ഞു വെക്കുന്ന ഓരോ കഥകളും, ഓരോ ആത്മാവുള്ള ഓരോ കഥകളും, ആ ഒരു ആത്മാംശം എന്തൊക്കെ മേക്കിംഗ് ചെയ്താലും അതിനോടൊരു പൂർണ്ണതയിലോട്ടേക്ക് എത്താൻ കഴിയുമെന്ന് സംശയമാണ്. കാരണം അല്ലെങ്കിൽ അത്രയും വലിയ രീതിയിൽ മെനക്കെട്ടിട്ട് ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു ഷോർട്ട് സ്റ്റോറീസിൽ അത്രത്തോളം വർക്ക് ചെയ്തിട്ടാണോ ഓരോ കഥയും ചെയ്തതെന്ന് അറിയില്ല. കാരണം ആ കഥകൾക്കുള്ളൊരു പൂർണ്ണത വരുത്താൻ ഈ ഒരു എന്താ പറയുക, ആ ഒരു മൂവിക്ക് എല്ലാത്തിനും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് എല്ലാ 9 എപ്പിസോഡ്സും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. ഈ ഓളവും തീരവും തുടക്കം കുറിച്ചത് അതും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കുറച്ചൊരു നാടകീയമായിട്ടുള്ളൊരു കൈൻഡ് ഓഫ് സംഭവമൊക്കെ ആയിരുന്നു. ദുർഗാ കൃഷ്ണ ലാലേട്ടൻ്റെ ആ ഒരു കെമിസ്ട്രി, റൊമാൻറ്റിക് ഒക്കെ അത് കുറച്ചൊന്ന് വിട്ടുമാറിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്രിഞ്ചടിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അത് ലാലേട്ടൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഓടിപ്പോകുന്നൊരു സീനുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ക്രിഞ്ച് തോന്നിയിരുന്നു. പക്ഷെ എന്നാലും ബാക്കിയെല്ലാം ഡീസൻ്റ് ആയിട്ട് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു 9 സീരീസിലും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 9 മികച്ച നടന്മാർ, 9 അല്ല, അത്രയും മികച്ച ആർട്ടിസ്റ്റുകളോട് കൂടിയിട്ടാണ് ഈ ഒരു ആന്തോളജി മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നിനൊന്നും മെച്ചപ്പെട്ട ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഫസ്റ്റ് ഓളം തീരത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മമ്മൂട്ടിയാണ് അതിൽ അഭിനയിച്ചത്. ശ്രീലങ്കയിൽ പോയിരിക്കുന്ന ഒരു സംഭവമൊക്കെ കാണിച്ചിട്ട് ഉള്ള സംഭവമാണ് അത്. ശ്രീലങ്കയിലുള്ള ഒരു സ്ഥലം കടുകണ്ണാവ പറയാൻ തന്നെ നമുക്കൊരു കൗതുകം തോന്നുന്നല്ലേ. അപ്പോൾ ആ ഒരു സംഭവം ഡയറക്റ്റ് ചെയ്തത് രഞ്ജിത്താണ്. രഞ്ജിത്ത് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് ക്ലാസിക് ആയിട്ടുള്ള സിനിമകൾ, കയ്യപ്പ്,
അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ടച്ച് കൊണ്ടുപോയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനും കഥ എഴുതുന്ന ഒരാളാണ്. അയാളെ പെങ്ങളെ കാണാൻ വേണ്ടി ശ്രീലങ്കയിലേക്ക് ഒരു സംഭവത്തിന് പോയതിന് ശേഷം അവിടെ വെച്ചിട്ട് പണ്ട് കണ്ടിരുന്ന പെങ്ങളെ കാണാൻ വേണ്ടി അന്വേഷിക്കാൻ പോകുന്നത്, അതിൻ്റെയൊക്കെ ഇതായിട്ടുള്ളൊരു കഥയാണത്. സിലോൺ എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതും ഭയങ്കര നല്ലതായിരുന്നു, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ഓരോ കഥയ്ക്കും ഓരോ എന്താ പറയുക, ഒരു പെയിൻ, ഒരു ഡ്രോപ്പ് ഓഫ് സോറോ എവിടേക്കോ തടങ്ങി പോകുന്നുണ്ട്. ഓരോ മനുഷ്യരും MTയുടെ ഈ കഥകളിലൊക്കെ വന്നുപോയ ഓരോ മനുഷ്യരും ഓരോ ആർട്ടിസ്റ്റാണെന്ന് പറയേണ്ടി വരും. എല്ലാവർക്കും അതിൻ്റെതായ എന്തൊക്കെയോ ഉണ്ട്. ആ ഒരു ആത്മാവും എല്ലാവരുടെയും ഒരു ക്യാരക്ടറിലൊക്കെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ മൂന്നാമത് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയാണ്. അത് ഡയറക്റ്റ് ചെയ്തത് ശ്യാമപ്രസാദാണ്. ശ്യാമപ്രസാദിന്റെ ഒരു സിനിമ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കുറെ കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അടുത്ത കാലത്തൊന്നും ശ്യാമപ്രസാദിന്റെ ഒരു ക്ലാസിക് മൂവി മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം മുമ്പൊക്കെ ഞാൻ ശ്യാമപ്രസാദിന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളാണ്, എല്ലാ സിനിമയും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അകലെ ആ സിനിമകൾ തൊട്ട് അതിനു മുമ്പ് എനിക്കൊന്ന് കല്ലുകൊണ്ടൊരു പെണ്ണ്, അങ്ങനെയാണ് ആ സിനിമയുടെ പേര് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സിനിമ തുടങ്ങി തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സിനിമയ്ക്ക് മാത്രം ശ്യാമപ്രസാദിന്റെ ഐക്കോണിക് ടച്ച് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന എല്ലാ സിനിമകൾക്കും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച സിനിമ, മീര ജാസ്മിനൊക്കെ ഉള്ള, അതൊക്കെ ബ്രില്യൻറ്റ് വർക്ക് ഓഫ് ആർട്ട്. പെട്ടെന്ന് എനിക്ക് അതിൻ്റെ പേര് കിട്ടിയിട്ടില്ല. പിന്നെ ആ സിനിമ, ഈ കാഴ്ച സിനിമ ശ്യാമപ്രസാദ് ഡയറക്ട് ചെയ്തതിൽ പാർവതിയാണ് അഭിനയിച്ചത്. അതും ബ്രില്യൻറ്റ് ഗ്രേറ്റ് ആയിട്ട് പാർവതി അത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം. അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയദർശൻ തന്നെയാണ് വീണ്ടും ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ശിലാകിതം, ബിജു മേനോൻ അഭിനയിച്ച സംഭവമായിരുന്നു ആ ഒരു ഷോർട്ട് സ്റ്റോറി. അതും നല്ലൊരു സംഭവമായിരുന്നു, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രിയദർശൻ ചെയ്ത 2 എണ്ണമായിരുന്നു പ്രിയദർശൻ ഇതിന് ഡയറക്ട് ചെയ്തത് തോന്നുന്നു. 2 സംഭവവും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്നൊരു ഇതുണ്ട്. അതായത് ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ, ഈ ആന്തോളജിയിലെ എല്ലാ മൂവീസും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ എനിക്ക് പ്ലേസ് ചെയ്യാൻ തോന്നിയ ഒരു മേക്കിംഗ് ഉണ്ട്. എനിക്കറിയില്ല, അതിൻ്റെ മേക്കിംഗ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സാരാംശം നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോൾ. അതിനുശേഷം പാർവതി ചെയ്ത ഈ ഒരു സംഭവത്തിന് ശേഷം, പ്രിയദർശൻ ചെയ്ത ഈ ശിലാകിതം അതിന് ശേഷം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പന ചെയ്തത് MTയുടെ മകളാണ്. അവരുടെ ഡെബ്യൂട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അശ്വതി വി നായർ. അത് ആസിഫ് അലിയും പിന്നെ നമ്മുടെ മധുബാലയൊക്കെ അഭിനയിച്ച ഒരു സംഭവമാണ്. അത് മധുബാലയുടെ ഓരോ ഡയലോഗും അതിൽ അതീവ നാടകീയത നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് പൂർണ്ണമായിട്ട് ഒരു മലയാളിയാണെങ്കിലും കേരളത്തിൽ പഠിച്ചു വളർന്ന ഒരാളായിട്ടല്ല അതിലുള്ളത്. പിന്നെ അവർ സംസാരിക്കുന്ന രീതികളൊക്കെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ടോൺ എല്ലാ സംഭാഷണത്തിലും ഉണ്ട്, അതെല്ലാ കഥകളിലും ഉണ്ട്. സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഭാഷയിലല്ല എല്ലാത്തിൻ്റെയും സംഭാഷണ രീതി പോകുന്നത്. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിക് നോട്ട് ഓഫ് വോയിസ് എല്ലാവരുടെയും സംഭാഷണത്തിൽ ഉണ്ട്. അതും കുഴപ്പമില്ലായിരുന്നു, അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. അതിനുശേഷം ഷെർലോക്ക്, ഫഹദ് ഫാസിൽ, നദിയ മൊയ്തു ഒക്കെ അഭിനയിച്ചത്. അത് മഹേഷ് നാരായണനാണ് ഡയറക്ട് ചെയ്തത്. അതിൽ സ്വന്തം ഐഡന്റിറ്റി വരെ നഷ്ടപ്പെട്ടു പോകുന്ന പല മലയാളികളും പല സ്ഥലങ്ങളിലോട്ടേക്കും ചേക്കേറി അവരെ തന്നെ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കൈൻഡ് ഓഫ് നോട്ടായിരുന്നു അത്. അതും വളരെ നല്ലതായിരുന്നു, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞാൽ രതീഷ് അമ്പാട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട്, കടൽക്കാറ്റ്, അതിനുശേഷം വന്നത്. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇന്ദ്രജിത്ത്, അപർണ ബാലമുരളി, പിന്നെ ആൻ അഗസ്റ്റിൻ, ഇവരൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അതും വളരെ നല്ലൊരു സംഭവമായിരുന്നു എന്ന് പറയേണ്ടി വരും നമുക്ക്. അതിലും നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും, എല്ലാവരും നല്ല രീതിയിലുള്ള പെർഫോമൻസും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ആൻ അഗസ്റ്റിനൊക്കെ കുറേ കാലത്തിന് ശേഷം മെയിൻ ആയിട്ടുള്ള ഒരു റോളിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കാണാൻ കഴിഞ്ഞാൽ നല്ല സന്തോഷം തോന്നി. പിന്നെ അതിനുശേഷം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭയം തേടി വീണ്ടും സന്തോഷ് ശിവൻ ഡയറക്റ്റ് ചെയ്തിട്ട്, സന്തോഷ് ശിവൻ എനിക്ക് തോന്നുന്നു പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത ഫസ്റ്റ് ഓളവും തീരവും ഇതൊക്കെ സന്തോഷ് ശിവനായിരുന്നു ക്യാമറ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് സിദ്ദിഖിനെ വെച്ച് ചെയ്തൊരു സംഭവമാണ്. എനിക്കറിയില്ല, അത് അതിൻ്റെ ഒരു മേക്കിങ്ങും രീതികളൊക്കെ എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു സംഭവമല്ല. ഇതിൽ എല്ലാം ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ മിനിറ്റും
ഈ ഒരു സീരീസിനെ മുഴുവനായിട്ട് കണ്ടത്. പക്ഷെ പേഴ്സണലി ഈ ഒരു പർട്ടിക്കുലർ മൂവി മാത്രം കുറച്ച് ബോറടിച്ചിരുന്നു. കാരണം ഇതിൻ്റെയൊക്കെ ലെങ്ത് ഒരു 45 മിനിറ്റ്സ് 39 മിനിറ്റ്സ് ഒക്കെയാണ് ഓളവും തീരവും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെയും ലെങ്ത് ഉള്ളത്. അപ്പോൾ ഇത് മാത്രം പേഴ്സണലി എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയിരുന്നില്ല. കാരണം അതൊരു ട്രീറ്റ് ചെയ്ത രീതിയും ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ സിദ്ദിഖ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിട്ടാണ് അഭിനയിച്ചത്. സിദ്ദിഖിന് എന്ത് കൊടുത്താലും സിദ്ദിഖ് അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് അഭിനയിക്കുക നമുക്കറിയാം. പക്ഷെ എന്തോ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും അതിൻ്റെ ഒരു ആവിഷ്കാര രീതിയും ആ കഥ പറഞ്ഞു വെച്ച രീതിയൊക്കെ അത്രയ്ക്കൊന്ന് ബാക്കിയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നും ശരിയായിട്ട് തോന്നിയില്ല. പിന്നെ അതിനുശേഷം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം തുറക്കുന്ന സമയം ബൈ ജയരാജ്. ആ ഒരു സംഭവമാണ് കണ്ടത്. ഒരു നെടുമുടി വേണുവിനെ ഇന്ത്യൻ 2-ന് ശേഷം ഞാൻ ഇതിൽ കാണാൻ കഴിഞ്ഞൊരു സന്തോഷം. പക്ഷെ ഇതിൽ ഭയങ്കര വയ്യാത്ത മരണം കാത്തു നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇതിൽ കാണിച്ചത്. പിന്നെ ഇതിൽ ഇന്ദ്രൻസ്, രഞ്ജി പണിക്കർ, സുരഭി ലക്ഷ്മി ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് ആണ് മുഴുവനായിട്ട് ഇതിനെ കൊണ്ടുപോയത്. പിന്നെ നെടുമുടിയുടെയും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. അവസാനത്തെ ആ ഒരു സംഭവം സ്റ്റോറിയും ഭയങ്കര നല്ലതായിരുന്നു. അത് ഭയങ്കര ആഴമുള്ളൊരു സ്റ്റോറി ആയിട്ട് തോന്നി. എല്ലാ സ്റ്റോറിയും ആഴമുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണലി ഈ ഒരു വെബ് സീരീസ് കണ്ടതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ MTയെ സ്നേഹിക്കുന്ന നല്ല കഥകളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസാണിത്. അത്രയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളും അഭിനേതാക്കളും എല്ലാവരും ഒത്തുചേർന്ന് ഈ ഒരു സംഭവം സീരീസ് ചെയ്തത് അത് MTക്കുള്ള ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടാണ്. ഈ കഥകൾക്കുള്ള ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടാണ്. എല്ലാ കഥകളും ചെറിയ നോവും സന്തോഷവും വിഷമവും ബന്ധങ്ങളും പഴയ കാലത്തെ ആൾക്കാരുടെ ജീവിത ഇതും കണക്ഷൻസും അതിനുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോന് നെക്സ്റ്റ് ടൈം വരാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് റിവ്യൂ റേഞ്ചർ. ടേക്ക് കെയർ ആൻഡ് ബൈ.